നമസ്കാരം. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് പിന്തുണ നൽകിയ ചൈനീസ് നിലപാടിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തി. ഇക്കാര്യം ഇന്ത്യ ഇന്ന് ഔദ്യോഗികമായി ചൈനയെ അറിയിച്ചേക്കും. ചൈനീസ് നിലപാട് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണെന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾക്കുള്ളത്. ഐക്യരാഷ്ട്രസഭ സമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കണം എന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തിയത്. ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നു എന്ന സൂചനകൾക്കിടയിലാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത്. ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകിയേക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉടൻ നിഷ്പക്ഷമായ അന്വേഷണം ആരംഭിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇക്കാര്യം വ്യക്തമാക്കിയപ്പോൾ ചൈന പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും സംഘർഷം ലഘൂകരിക്കാൻ സംഭാഷണത്തിൽ ഏർപ്പെടണമെന്നും ചൈന വ്യക്തമാക്കി. പാകിസ്ഥാന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ പിന്തുണയ്ക്കുമെന്നും ചൈന പ്രസ്താവനയിൽ അറിയിച്ചു. ഇതോടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നാൽ ചൈന അവർക്ക് പിന്തുണയുമായി എത്തുമെന്ന സൂചനയാണ് ലഭിച്ചത്. ഭീകരതയെ ചെറുക്കൽ എല്ലാ രാജ്യങ്ങളുടെയും പൊതു ഉത്തരവാദിത്തമാണെന്നും ചൈന വ്യക്തമാക്കി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ചൈനയുമായുള്ള സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് പാകിസ്ഥാൻ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയാണ് തേടിയത്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇരു രാജ്യങ്ങളോടും ഉന്നയിച്ചിരിക്കുന്നത്. ഇരുവരോടും ഇന്ത്യയുടെ നീക്കങ്ങൾ തടയാൻ ഇടപെടണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തെയും ചൈന പിന്തുണച്ചു. പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും ഭീകരമായ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. മതം ചോദിച്ച് പുരുഷന്മാരെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തെ അപലപിക്കാൻ പോലും തയ്യാറാകാതിരുന്ന പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നിരപരാധികളെ കൊന്നൊടുക്കിയ കൊടും ക്രൂരതയിൽ ഇന്ത്യ തെളിവുകൾ നിരത്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ പാക് പങ്ക് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് സ്വതന്ത്ര അന്വേഷണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നത്. അതേസമയം പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ കശ്മീരിലെ സ്വാതന്ത്ര്യ സമര സേനാനികളാകുമെന്നാണ് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞത്. ആണവായുധം ഉപയോഗിക്കുമെന്നും എല്ലാ ആണവായുധങ്ങളും ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനാണ് ഉണ്ടാക്കിയതെന്നുമാണ് പാക് മന്ത്രി ഖ്വാജ ആസിഫ് പ്രതികരിച്ചത്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കർശനമാക്കിയ ഇന്ത്യ സിന്ധു നദീജല കരാറിൽ നിന്ന് അണക്കെട്ട് തുറന്നുവിട്ട ജലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കിയതുവരെ പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് നൽകിയത്. അതിനിടയിലാണ് റഷ്യയും ചൈനയും സ്വതന്ത്ര അന്വേഷണം നടത്താൻ ഇടപെടണമെന്ന് പാക് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതും ചൈന അതിനെ പിന്തുണച്ചതും. അതേസമയം അതിർത്തിയിൽ സംഘർഷം മുറുകവെ ചൈന പാകിസ്ഥാൻ പൗരന്മാരുടെ മടക്കം അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗം ചേർന്ന് വിലയിരുത്തും. സേനാ മേധാവിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. ഇന്നലെ വൈകിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനുമായി ചർച്ച നടത്തി. CDSും പ്രതിരോധ മന്ത്രിയും ചർച്ച നടത്തിയ അതേ സമയത്ത് BSF മേധാവി ദൽജിത് സിംഗ് ചൗധരി ആഭ്യന്തര മന്ത്രാലയത്തിലെത്തി സെക്രട്ടറി ഗോവിന്ദ് മോഹനെയും കണ്ടിരുന്നു. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തുന്ന വെടിവെപ്പിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത്. ടുട്മാരി, ഗലി, റാംപൂർ സെക്ടർ എന്നിവിടങ്ങളിൽ ഏറ്റുമുട്ടൽ നടന്നതായി ഇന്ത്യൻ കരസേന അറിയിച്ചു. അറബിക്കടലിൽ നാവികസേന കഴിഞ്ഞ ദിവസം ശക്തി പ്രകടനം നടത്തി. പടക്കപ്പലുകളിൽ നിന്ന് ഒന്നിലേറെ ദീർഘദൂര കപ്പൽവേദ മിസൈലുകളാണ് പരീക്ഷിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുത്ത NIA ദൃക്സാക്ഷികളുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ മൊഴിയെടുക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലും സംഘങ്ങളെ നിയോഗിച്ചു. ആക്രമണത്തിന് തദ്ദേശീയരായ 15 പേർ സഹായിച്ചിട്ടുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികൾ കരുതുന്നത്. ഭീകരബന്ധമുള്ള 3 പേരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ ഇടിച്ചു നിരത്തിയിരുന്നു. അദ്നാൻ ഷാഫി, അമീർ നസീർ, ജമീൽ അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. തിരച്ചിലും പരിശോധനയും തുടരുന്നതിനിടെ കശ്മീരിൽ കഴിഞ്ഞ ദിവസം ഭീകരരുടെ ആക്രമണം ഉണ്ടായിരുന്നു. കുപ്വാര ജില്ലയിലെ കാൻഡിഹാസിൽ ശനിയാഴ്ച അർദ്ധരാത്രി വീട്ടിൽ കയറി സാമൂഹ്യ പ്രവർത്തകനായ ഗുലാം റസൂൽ മാഗ്രയെയാണ് ഭീകരർ വെടിവെച്ചു കൊന്നത്.